أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷം പുതുതായി അടുത്ത ഒരു തലത്തിലേക്ക്, അഥവാ 1445 കഴിഞ്ഞ് 1446 പിറന്നിരിക്കുന്നു. നാം പലപ്പോഴും ഹിജ്റ വർഷം അങ്ങനെ ശ്രദ്ധിക്കാറില്ല, അഥവാ ഒരു പുതിയ വർഷം കൂടി പിറന്നിരിക്കുന്നു എന്നർത്ഥം. ഇസ്ലാമിൽ ഹിജ്റ വർഷം വരുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏതാണ്ട് 2 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു, വിസ്തൃതി വർദ്ധിച്ചു. അതുപോലെ തന്നെ കച്ചവടം അതിൻ്റെ വിപുലമായ സ്വഭാവത്തിൽ വളർന്നു വന്നു. ഇങ്ങനെയെല്ലാമുള്ള ഒരു ഘട്ടത്തിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തമായി ഒരു കലണ്ടറിനെ കുറിച്ച് ആലോചന നടത്തുന്ന ഘട്ടത്തിൽ അതൊരു സംഭവത്തെ, ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാകണം ആരംഭിക്കേണ്ടത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെയുള്ള ആളുകളുടെയും ചർച്ചയിൽ ഉയർന്നു വന്നു. അങ്ങനെ പല ചർച്ചകളും വന്നു. ആ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരഭിപ്രായമായിരുന്നു, അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചിട്ടാകാം, ജനിച്ച ദിനത്തിലാകാം, അവിടെ നിന്നാകാം നമുക്ക് കലണ്ടറിൻ്റെ തുടക്കം. പ്രവാചകൻ്റെ വിയോഗത്തെക്കുറിച്ചും സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു, അല്ല, ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാവട്ടെ ഈ പുതിയ കലണ്ടർ എന്ന്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചു. അങ്ങനെയാണ് ഹിജ്റ കലണ്ടറിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഈ വർഷം ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ഹിജ്റ വർഷം ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. ഇവിടെ ഹിജ്റ നാം നിരന്തരമായി പഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ ഒരേടാണ് എന്ന് നമുക്കറിയാം. ഹിജ്റ എന്ന് പറഞ്ഞാൽ പലായനമാണ്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള പലായനമാണ്. യഥാർത്ഥത്തിൽ പ്രതിസന്ധികളെ എങ്ങനെ സാധ്യതയാക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഹിജ്റ എന്ന് നമുക്ക് കാണാവുന്നതാണ്. തോറ്റോടുന്നവരുടെ യാത്രയല്ല ഇസ്ലാമിൽ ഹിജ്റ എന്ന് പറയുന്നത്. ജയിക്കാനും അതിജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ പലായനത്തെക്കുറിച്ചാണ് ഇസ്ലാം ഹിജ്റ എന്ന രീതിയിൽ ചരിത്രത്തിൽ പരിചയപ്പെടുത്തുന്നത്. പലായനം തകർച്ചയ്ക്കല്ല, വളർച്ചയ്ക്കാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വഴി തുറന്നിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഹിജാസിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് യഥ്രിബിലേക്ക് പലായനം ചെയ്തു. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്ന് പറയുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും യൂസുഫ് നബിയൊക്കെ ഹിജ്റ ചെയ്തവരാണ്. അവരുടെ എല്ലാം ഹിജ്റ ആ അർത്ഥത്തിൽ വളർച്ചയിലേക്കും വികാസത്തിലേക്കുമുള്ള ഹിജ്റ തന്നെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇറാഖിൽ നിന്നുള്ള ഹിജാസിലേക്കുള്ള ഹിജ്റയാണ് മക്ക എന്ന് പറയുന്ന നഗരത്തിൻ്റെ നാന്ദി എന്ന് നമുക്കറിയാം. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്നുള്ള യഥ്രിബിലേക്കുള്ള ഹിജ്റയാണ് മദീനത്തുൻ നബി എന്ന് പറയുന്ന ഒരു പുതിയ നഗരത്തിൻ്റെ നാന്ദി എന്നും നമുക്കറിയാം. ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഹിജ്റ, പലായനം എന്ന് പറയുന്നത്
പുതിയ മേച്ചിൽപ്പുറം തേടിയുള്ള ഒരു യാത്രയാണ്, പലായനമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഹിജറ നടക്കുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹിജറ ഏതാണ്ട് മരുഭൂമിയിലൂടെയുള്ള 480 കിലോമീറ്റർ യാത്രയാണ്. ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹാജിമാരും ഉംറക്ക് പോകുന്നവരും യാത്ര ചെയ്യാറുണ്ട്. മരുഭൂമിയിലൂടെയുള്ള സുഖകരമായ സുന്ദരമായ റോഡിലൂടെയുള്ള ഇരുഭാഗത്തുമുള്ള മരുഭൂമിയെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ യാത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ മലമടക്കുകൾ താണ്ടി മരുഭൂമിയിലൂടെയുള്ള ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ്. 480 കിലോമീറ്റർ ദൂരമുള്ള യാത്ര. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം നടത്തുന്നത് ശക്തമായ പരീക്ഷണങ്ങളിലൂടെയുള്ള 13 വർഷക്കാലത്തെ മക്കയിലെ ജീവിതയാത്രയ്ക്ക് ശേഷമാണ്. തന്നിലർപ്പിതമായ നിയോഗ ദൗത്യം വളരെ ഭംഗിയായി മക്കയിൽ ജീവിക്കുന്ന ജനവിഭാഗത്തോട് പകർന്നു കൊടുത്തതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത മേച്ചിൽപ്പുറം തേടിയുള്ള യാത്ര നടത്തുന്നത്. അതിനിടയ്ക്ക് അബ്സീനിയയിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്, ത്വായിഫിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലേക്ക് സൂചന നൽകുന്ന വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വഖുർ റബ്ബി അദ്ഖിലിനി മുദ്ഖല സിദ്ഖിൻ വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. പടച്ച റബ്ബേ, എന്നെ എങ്ങോട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിലും എന്നെ എവിടേക്ക് പ്രവേശിപ്പിക്കുകയാണ് എങ്കിലും അത് സത്യത്തോടൊപ്പമാകണേ എന്ന് നബിയെ താങ്കൾ പറയുക. നാട് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നാലും അത് സത്യത്തോടൊപ്പമാകണേ. മറ്റേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കേണ്ടി വന്നാലും അത് സത്യത്തോടൊപ്പമാകണേ. മാത്രമല്ല, ആധിപത്യത്തിൻ്റെ തണൽ, ഒരു ശക്തിയുടെ തണൽ എനിക്ക് നീ നൽകണേ എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഹിജ്റ ഒരു ഘട്ടത്തിൽ മക്കയിൽ നിന്ന് ഒരു ഓടിപ്പോകലല്ല, മറിച്ച് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ട്രാറ്റജിയുടെയും പ്ലാനിൻ്റെയും അടിസ്ഥാനത്തിലുള്ള 3 വർഷത്തെ ആലോചനയുടെയും ആസൂത്രണത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിജയകരമായ യാത്രയായിരുന്നു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്ന് പറയുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് വളരെ കൃത്യമായി പ്രവാചകൻ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് തൻ്റെ യാത്ര സെറ്റ് ചെയ്തത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 3 വർഷത്തെ പ്ലാനിങ് ഏതൊരു ജനതയ്ക്കും, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ജനതയ്ക്കും, വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ജനതയ്ക്കും മുന്നോട്ട് പോകേണ്ടുന്ന വഴിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം. അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാനിലേക്കുള്ള സ്ട്രാറ്റജി ഉണ്ടാകണം. അത്തരം പ്ലാനും സ്ട്രാറ്റജിയും പദ്ധതിയും വെച്ച് മുന്നോട്ട് പോകുന്ന അച്ചടക്കമുള്ള ഒരു ജനതക്കാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക എന്നത് നമുക്ക് ഹിജ്റ നൽകുന്ന പാഠമാണ്. നമ്മൾ അറിയണം, നമ്മൾ അറിയാതെ പോകരുത്. ഹിജ്റയുടെ ചരിത്ര പാരമ്പര്യമുള്ള നമ്മൾ പലതും പഠിക്കണം. 1925 നാഗ്പൂരിൽ രൂപപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാനാണ് 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഭരണകൂടമായി മാറിയ വംശീയതയും ഫാസിസവും എന്നത് നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ്. യാദൃശ്ചികതയിൽ ആളിക്കത്തിയ ഒരു അഗ്നിഗോളമല്ല യഥാർത്ഥത്തിൽ വംശീയ ഭരണകൂടം എന്ന് പറയുന്നത്. ഒരു 100 കൊല്ലത്തെ വളരെ ആസൂത്രിതമായ പ്ലാനിൻ്റെയും പദ്ധതിയുടെയും മാസ്റ്റർ പ്ലാനിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് അത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജനത എന്ന അർത്ഥത്തിൽ വളരേണ്ടതിൻ്റെയും അതുപോലെ തന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെയും ഒക്കെ മാർഗരേഖ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഹിജ്റയ്ക്ക് സാമൂഹ്യ മാനമുണ്ട്, ഹിജ്റയ്ക്ക് രാഷ്ട്രീയ മാനമുണ്ട്, ഹിജ്റയ്ക്ക് ആത്മീയമായ മാനങ്ങളുമുണ്ട്. വഴിമുട്ടുന്നിടത്ത് യഥാർത്ഥത്തിൽ നിലച്ചു പോകുന്നതല്ല ഇസ്ലാമിൻ്റെ പ്രയാണം, നിലച്ചു പോകേണ്ടതല്ല ഇസ്ലാമിൻ്റെ പ്രയാണം എന്ന് ഹിജ്റ നമ്മോട് പറയുന്നുണ്ട്. വഴിമുട്ടുന്നിടത്ത് ഒരുപാട് പുതുവഴികൾ തുറക്കപ്പെടും എന്നതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ആലോചന ആരംഭിക്കുന്നത് ഹിജ്റയിൽ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ നുബുവത്ത് 10-നാണ്. ഹജ്ജിന് ഒരുപാട് ആളുകൾ വരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയിടെ പ്രവാചകന്റെ നേതൃത്വത്തിലുള്ളൊരു സാമൂഹ്യക്രമം രൂപപ്പെടുന്നതിന് മുമ്പും 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഹ്വാനത്തെ തുടർന്നുള്ള മക്കയിലേക്കുള്ള പ്രയാണം ഈ പവിത്ര മാസങ്ങളിൽ നടന്നു വരാറുള്ള കാര്യമാണ്. അങ്ങനെ മക്കയിലേക്ക് വരുന്ന ആളുകളോട് പലപ്പോഴും ഖുറൈശികൾ നടത്താറുള്ള ഒരു പ്രചാരണമാണ്: നിങ്ങൾ മുഹമ്മദിൻ്റെ കെണിയിൽ പെട്ടുപോകാൻ പാടില്ല, അവൻ ഫിത്തനക്കാരനാണ്, പുത്തൻമതക്കാരനാണ്,
അതുകൊണ്ട് അപകടകാരിയാണ്. അദ്ദേഹത്തോട് അടുത്തു പോകാൻ പാടില്ല. ഈ അടുത്തു പോകാൻ പാടില്ല എന്ന നെഗറ്റീവ് ക്യാമ്പയിനാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നെഗറ്റീവ് ക്യാമ്പയിൻ പലപ്പോഴും പോസിറ്റീവ് ആകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമോഫോബിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ നെഗറ്റീവായ ഒരുപാട് പ്രോപ്പഗണ്ട നടക്കുമ്പോൾ ചിലരെങ്കിലും കൗതുകത്തിന് ഇസ്ലാം പഠനത്തിന് വേണ്ടി സന്നദ്ധമായി വരാറുണ്ട്. അത് ഒരു ജനതയുടെ തന്നെ ഹിദായത്തിന് വഴി തുറക്കാറുമുണ്ട്. ഇതേപോലെ തന്നെയാണ് പ്രവാചകനെതിരെയുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ ആളുകൾക്ക് തോന്നി, എന്നാൽ ആരാണ് ഈ മുഹമ്മദ്? ആ ജിജ്ഞാസയിൽ നിന്നാണ് 6 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുന്നത്. എന്നിട്ട് പ്രവാചകനോട് സംസാരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദീനുമായി ബന്ധപ്പെട്ട കാര്യം പങ്കുവെക്കുന്നത്. അവർ പിരിഞ്ഞുപോയി. ആ ഹജ്ജ് കഴിഞ്ഞ് അവർ പിരിഞ്ഞുപോയി. വീണ്ടും അവർ അവരുടെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടുത്ത ഹജ്ജ് കാലയളവിൽ വരുമ്പോൾ 6-12 ആയിട്ടുണ്ട്. ആ 12 പേരും പ്രവാചകരുമായി സംസാരിച്ചു. ആ പ്രവാചകന്റെമായുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മതം പഠിപ്പിക്കാൻ ഒരാൾ വേണം, ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ ഒരാൾ വേണം. അങ്ങനെ ഹിജ്റയുടെ നുബുവത്തിന്റെ 11ാമത്തെ വർഷം അവർ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും ഉയർന്ന കുടുംബത്തിലുള്ള സുന്ദരനായ ചെറുപ്പക്കാരനെ അവരുടെ കൂടെ ജീവിതത്തിന്റെ യാതനകളും വേദനയും അതുപോലെ തന്നെ തീക്ഷ്ണമായ പരീക്ഷണത്തിന്റെ കനൽ പഥങ്ങളിലൂടെ എന്ന് വേണം പറയാൻ പറഞ്ഞു വിടുകയാണ്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് നമുക്കറിയാവുന്നതുപോലെ നുബുവത്തിന്റെ 12ാമത്തെ വർഷം അദ്ദേഹത്തിന് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വരുന്നത് 70-ൽ പരം ആളുകളുമായിട്ടാണ്. അവരുമായുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് യാത്ര തിരിക്കുന്നത്. യസ്രിബിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മക്കയിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള ചോദിക്കുന്നുണ്ട്, അബൂജഹലിനെ ചേർത്ത് നിർത്തിയിട്ട്, അല്ല അബുൽ ഹക്കം. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ പിതാവ് എന്നുള്ളതാണ്. പിന്നീട് നമ്മളിട്ട പേരാണ് അബൂജഹൽ, ജഹാലത്തിന്റെ പിതാവ് എന്നത്. അല്ല അബുൽ ഹക്കം, എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നീ ഇനിയും എന്നോട് വിയോജിക്കുന്നത്? നിനക്ക് സത്യം ഞാൻ പകർന്നു തന്നിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അബുൽ ഹക്കം അതിനെ ശരിവെക്കുന്നുണ്ട്, താങ്കളുടെ ധർമ്മം നിറവേറ്റിയിട്ടുണ്ട് എന്നതിന് ശേഷമാണ് പ്രവാചകന്റെ യാത്ര. പ്രവാചകന്റെ യാത്രയെ കുറിച്ച് അറിയുമ്പോൾ ശത്രുക്കൾ പ്രവാചകന്റെ യാത്രയെ തടയിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ തടയിടാനുള്ള ശ്രമമാണ് ദാറുൻ നദവയിൽ നടന്ന വലിയ യോഗം എന്ന് പറയുന്നത്. ഖുറൈശികൾ ഒരുമിച്ച് കൂടി മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് തളയ്ക്കേണ്ടത്, എങ്ങനെയാണ് തകർക്കേണ്ടത്, അതാണ് ആ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. എല്ലാ ഖുറൈശി ഗോത്രങ്ങളുമുണ്ട്. അവർക്കിടയിൽ ഒരു നിർദ്ദേശം വന്നു, നാടുകടത്തണം അദ്ദേഹത്തെ. നാടുകടത്തുന്നത് പരിഹാരമല്ലെന്ന് അബൂജഹൽ പറഞ്ഞു. അടുത്ത നിർദ്ദേശം വന്നോ, അദ്ദേഹത്തെ നമ്മൾ ഈ തടവിലിടണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിരാകരിക്കണം. തടവിൽ കിടക്കുന്ന മുഹമ്മദ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മുഹമ്മദിനേക്കാൾ അപകടകാരിയാണ് എന്ന് ചർച്ച വന്നു. അവസാനം അവരെടുക്കുന്ന തീരുമാനം, എന്നാൽ എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാരെ, സമർത്ഥരായ ചെറുപ്പക്കാരെ എടുത്തിട്ട് പ്രവാചകനെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തുകയാണ്. അതുകൊണ്ട് അബ്ദുമനാഫിന്റെ കുടുംബത്തിന് ഖുറൈശി ഗോത്രത്തിലുള്ള എല്ലാവരും പങ്കാളികളായി മുഹമ്മദ് വധിക്കപ്പെടുകയാണ് എങ്കിൽ അബ്ദുമനാഫിന്റെ കുടുംബത്തിന് എല്ലാ ഖുറൈശി ഗോത്രത്തോടും പ്രതികാരം തീർക്കുക അസാധ്യമാണ്. ആ വധഗൂഢാലോചന അവർ വളരെ ഭംഗിയായി നിർവഹിക്കാനാണ് തീരുമാനിച്ചത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്ക വിട്ട് യസ്രിബിലേക്ക് പോകുന്നത്. പ്രവാചകന്റെ കൂടെയുള്ള ആളുകളോടെല്ലാം പ്രവാചക യാത്ര പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങ് പുറപ്പെടരുത്, അങ്ങക്കൊരു സുഹൃത്തു കൂടിയുണ്ട്. അങ്ങനെയാണ് എല്ലാവരും പോയതിനു ശേഷം മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യസ്രിബിലേക്ക് യാത്ര തിരിക്കുന്നത്. അതും വളരെ പ്ലാനിങ്ങോടുകൂടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയാം, പ്രവാചകന്റെ തലയെടുത്താൽ കിട്ടാനിരിക്കുന്ന 100 ഒട്ടകത്തിന് വേണ്ടി മക്കയിൽ നിന്ന് യസ്രിബിലേക്കുള്ള യാത്രാ വഴിയെ മുഴുവൻ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, അവരിലെ ചെറുപ്പക്കാർ കുതിരപ്പുറത്ത് കയറി നെട്ടോട്ടം ഓടുകയാണ്. അവർക്ക് വഴിയിൽ വെച്ച് പ്രവാചകനെ പിടിക്കണം, എന്നിട്ട് പ്രവാചകന്റെ തലയെടുക്കണം, എന്നിട്ട് 100 ഒട്ടകം കരസ്ഥമാക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ യാത്ര ആരംഭിക്കുന്നത്
യഥാർത്ഥത്തിൽ പോകേണ്ടത് യമനിന്റെ ഭാഗത്തേക്കാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 750 മീറ്ററോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്ക് വിരുദ്ധമായി ഒരു ദിശയിലേക്ക് പ്രവാചകന്റെ യാത്ര പ്രവാചകൻ തിരിക്കുകയാണ്. മരുഭൂമിയിലൂടെ തള്ളവിരലിൽ ഊന്നി നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യാത്ര നടത്തിയത്. നോർത്തിലേക്ക് പോകുന്നതിന് പകരം സൗത്തിലേക്കാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അങ്ങനെയാണ് സൗർ എന്ന ഗുഹയിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ഗുഹാവാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കുന്നത്. ആ ഗുഹയിൽ കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകന് എങ്ങനെയാണ് 3 ദിവസം ഗുഹയിൽ കഴിഞ്ഞുകൂടേണ്ടത് എന്നതിന് പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനുമുള്ള പുറം ലോകവുമുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എല്ലാ വിവരങ്ങളും കൊണ്ടെത്തിച്ചു കൊടുക്കും. അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുത്തിരുന്നത് ഏതാണ്ട് 750 മീറ്ററുള്ള ദൂരമുള്ള, നിങ്ങൾക്ക് സൗർ എന്ന ഗുഹ നിലകൊള്ളുന്ന വലിയ മല നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മലയിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ ആയിരുന്നു. ആട്ടിടയൻ ആമിർ ഇബ്നു ഫുഹൈർ ആ ഗുഹാമുഖത്തുകൂടെ ആട്ടിൻ പറ്റങ്ങളെ മേച്ചു നടക്കാറുണ്ടായിരുന്നു. കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്ന സ്വഭാവത്തിൽ ആർക്കും ഒരു പിടിയും കൊടുക്കാത്ത രീതിയിൽ ആ ഗുഹാമുഖത്തുകൂടി ആമിർ ഇബ്നു ഫുഹൈർ ആട്ടിൻ പറ്റങ്ങളെ മേച്ചു നടക്കുക മാത്രമല്ല, അവർക്ക് ആവശ്യമായ പാല് കറന്നു കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, ആ യാത്രയിൽ ഇതുകൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വഴികാട്ടിയായിട്ടുണ്ടായിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിൽ എന്ന് പറയുന്ന മുശ്രിക്കായ ഒരു മനുഷ്യനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലുള്ള പ്രയാണത്തിൽ സഹകരണ മനോഭാവത്തോടു കൂടി എല്ലാവരുമായും സഹവർത്തിത്വത്തിലും സാഹോദര്യത്തിലും നിലയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആദർശ പരിവർത്തനത്തിൻ്റെ വഴിവെട്ടി തെളിയിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. നമുക്ക് നിർവഹിക്കാനുള്ളതെല്ലാം നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. വിശുദ്ധ ഖുർആൻ ആ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, വൈദി യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവർ പ്രവാചകരെ, അവർ താങ്കൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിച്ച സന്ദർഭം, അവർ താങ്കളെ തടവിലിടാൻ ശ്രമിച്ചു, അവർ താങ്കളെ വധിക്കാൻ ഗൂഢാലോചന നടത്തി, അവർ താങ്കളെ പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. വയംകുറൂന വയംകുറുല്ലാഹ്, അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഏറ്റവും നല്ല തന്ത്രജ്ഞനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അള്ളാഹുവിൻ്റെ സഹായം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നുണ്ട്. ചരിത്രത്തിൽ പല കഥകളും നമ്മൾ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഗുഹാമുഖത്ത് രൂപപ്പെട്ടു വന്ന ചിലന്തി വല തൊട്ട് ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ട്. ആ ആയത്താണ് ഞാൻ ഇവിടെ ഓതിക്കേൾപ്പിച്ചത്. സൂറത്ത് തൗബയിലെ 40-ാമത്തെ സൂക്തമാണ്, 40-ാമത്തെ വചനമാണ്. ഇല്ലാ തൻസുറുഹു, ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടി, ഒരു ജനതയോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഒരു ഹിജറയുടെ സംഭവത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ജനതയോട് എടുത്തുദ്ധരിക്കുകയാണ്. ഇല്ലാ തൻസുറുഹു, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആഹ്വാനം കേട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാനും പ്രവാചകനെ സഹായിക്കാനും നിങ്ങൾ സന്നദ്ധമല്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് കഴിയും. എന്നിട്ട് ഈ സംഭവം പറയുന്നുണ്ട്, ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂൽ ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൂടെയുള്ള ആളുകളെയും നിങ്ങൾ പുറത്താക്കിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സഹായം നൽകുന്നുണ്ട്. ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി വ അയ്യദഹു ബിജുനൂദിൻ ലൻ തറൗഹ, അവരുടെ ഹൃദയത്തിൽ സമാധാനം പകർന്നു കൊടുക്കുകയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സേനയെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സംഭവങ്ങൾ സമാനമായ സ്വഭാവത്തിൽ പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ശത്രുക്കൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടികൂടാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന സന്ദർഭമാണ്. ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും സൗർ എന്ന ഗുഹയിൽ തങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഗുഹാമുഖത്ത് കാൽപാദം കാണുന്നുണ്ട്, നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലെ, അവരൊന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണുകയില്ലേ? അവരൊന്ന് തല കുനിച്ചാൽ നമ്മളെ കാണുകയില്ലേ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നദറതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ വനഹ്നു ഫിൽ ഖാർ വഹും അലാ റൂസിനാ ഫഖുൽതു യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹുൻ നദറ തഹ്ത ഖദമൈഹി ലഅബ്സർനാ. ഞങ്ങൾ കണ്ടു, ഗുഹാമുഖത്ത് അവർ വന്നു നിൽക്കുന്നു, ഞങ്ങൾ ഗുഹക്കകത്തുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അവർ നമ്മളെ കാണുകയില്ലേ എന്ന്. ആ ഘട്ടത്തിൽ പ്രവാചകൻ എന്നോട് പറഞ്ഞു, മാ ദന്നുക യാ അബൂബക്കർ ബിഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അല്ല അബൂബക്കർ, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ രണ്ടുപേരാണെന്നാണോ? നമ്മുടെ കൂടെ മൂന്നാമനായി അള്ളാഹുണ്ട്. ഒരു വിശ്വാസി ജീവിതത്തിന്റെ തീക്ഷണമായ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും, എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലും, എല്ലാം തകർന്നു എന്ന് ഭൗതികമായ മാനദണ്ഡത്തോടു കൂടി വിലയിരുത്തേണ്ടി വരുന്ന ഘട്ടത്തിലും എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട് എന്ന ബോധം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല, വളരെ വലുതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഹിജ്റ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ് ആ പാഠം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തെ സഹവാസത്തിന് ശേഷം, 3 ദിവസത്തെ ഈ ഗുഹാവാസത്തിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരുഭൂമിയിൽ ഇറങ്ങി യസ്രിബിന്റെ ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഒരു കച്ചവട സംഘം അത് വഴി വരുന്നുണ്ട്. എന്നിട്ട് അവർ കാണുന്നുണ്ട്, അവരും മക്കയിൽ വന്നപ്പോൾ പറയുന്നുണ്ട്, ഏതോ ഒരാൾ അങ്ങ് പോകുന്നത് കണ്ടു എന്ന്. അഥവാ യസ്രിബിന്റെ ഭാഗത്തേക്ക് ആള് പോകുന്നത് കണ്ടു എന്ന് ഈ കച്ചവടക്കാർ പറഞ്ഞു. ഇത് കേൾക്കുന്നത് സുറാഖയാണ്. സുറാഖ മറ്റാരെയും നോക്കാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ തനിക്ക് പിടികൂടാമെന്ന അത്യാവേശത്തോടു കൂടി ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം കുതിരയോടിച്ചു വരുന്നുണ്ട്. കുതിരയോടിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുന്നുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. പ്രവാചകനോട് അടുത്ത് 3 ദിവസത്തെ ഏതാണ്ട് ഗുഹാവാസത്തിന് ശേഷം ഖുറൈശികളെല്ലാവരും അവരുടെ മാളങ്ങളിലേക്ക് ഒളിച്ചതിനു ശേഷം, രംഗം ശാന്തമായതിനു ശേഷം, മരുഭൂമി വിശാലമായ മരുഭൂമിയിലൂടെ തൻ്റെ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബറും ഒന്നിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോഴാണ്, ഒട്ടകപ്പുറത്ത് പോകുമ്പോഴാണ് ദൂരെ നിന്ന് കുതിരപ്പുറത്ത് സുറാഖ വരുന്നത്. സുറാഖ പ്രവാചകനോട് ഏതാണ്ട് അടുത്തെത്തുമ്പോഴും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. സുറാഖയുടെ കുതിരക്കുളമ്പുകൾക്ക് മരുഭൂമിയെ താണ്ടി പ്രവാചകനെ പ്രാപിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് പറയുന്നുണ്ട്, ഖാലലി സുറാഖ ഇബ്നു മാലിക കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. അല്ല സുറാഖ, നിന്റെ കൈകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിന്റെ കൈകളിൽ കിസ്റയുടെ വളകൾ അണിയിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതാണ് പ്രവാചകൻ കൊടുക്കുന്ന വാഗ്ദാനം. അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. കാരണം മരുഭൂമിയിൽ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുതിയ മേച്ചിൽ പുറന്തേടി പോകുന്ന പ്രവാചകൻ തൻ്റെ മുമ്പിൽ, ഏതാണ്ട് മക്ക മുഴുവൻ പ്രവാചകനെതിരാൻ, തൻ്റെ മുമ്പിൽ മരുഭൂമിയിൽ തൻ്റെ മുമ്പിൽ പ്രവാചകൻ വന്നെത്തി നിൽക്കെ ഒന്നുമില്ലാത്ത, അധികാരമില്ലാത്ത, തലക്ക് വില പറയപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് ചോദിക്കുന്നത്, അന്നത്തെ ഏതാണ്ട് റോമ പേർഷ്യ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യ അമേരിക്ക എന്ന് പറയുന്നത് പോലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തരായ സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ആ രാജാവിന്റെ രാജകൊട്ടാരത്തിലെ കിസ്റയുടെ വളകൾ നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ സുറാഖ അത്ഭുതത്തോടു കൂടി പ്രവാചകനെ നോക്കുന്നുണ്ട്. ഇയാൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത്, ഒരു ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ദീർഘദൃഷ്ടിയും ഉണ്ടാകേണ്ടുന്ന ശുഭാപ്തി വിശ്വാസവുമാണത്. പ്രവാചകന്റെ പ്രവചനം പുലർന്നു കണ്ട ഒരു പ്രവചനം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയും മറികടന്നിട്ടാണ് ഏതാണ്ട് പ്രവാചകൻ യസ്രിബിലെത്തുന്നത്. മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവേശനത്തിന് ശേഷമാണ് അത് മദീനത്തുൻ നബിയാകുന്നത്. പ്രവാചകന്റെ ഒട്ടകം കുട്ടുകുത്തുന്നത് സഹിലിന്റെയും സുഹൈലിന്റെയും, അംറിന്റെ മക്കളായ സഹിലിന്റെയും സുഹൈലിന്റെയും മണ്ണിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണ് ഏതാണ്ട് 10 ദിർഹം കൊടുത്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങുന്നത്. അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലെത്തുന്നതിന് മുമ്പ് 4 നാഴികക്കപ്പുറത്ത് ഖുബ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പള്ളിയുണ്ട്. അവിടെ നിന്ന് മദീനയുടെ സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പ്രവാചകൻ യസ്രിബിലേക്ക് വരുന്നത്. അപ്പൊ നോക്കുമ്പോ പുറപ്പുറത്തും അതുപോലെ തന്നെ കുന്നിൻ പുറത്തും അവർ കയറി നിന്നുകൊണ്ട് പ്രവാചകനെ അവർ കാത്തിരിക്കുകയാണ് സ്വീകരിക്കാൻ. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് കാലുകുത്തുന്നത്. അവിടെ വെച്ച് സഹിലിന്റെയും സുഹൈലിന്റെയും സ്ഥലത്ത്, പല പണം കൊടുത്ത് ദിർഹം കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറ എന്ന് നമ്മൾ കാണുന്ന ഇന്ന് പറയുന്ന സുന്ദരമായ ആ ഭവനത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപകൽപ്പന ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കണം,
70 മുഴം നീളവും 60 മുഴം വീതിയും, എന്നിട്ട് ഈ പറയുന്ന ഈത്തപ്പന തകിട് കൊണ്ട് മറച്ച മണൽ വിരിച്ച പള്ളിയാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളി എന്ന് പറയുന്നത്. 70 മുഴം നീളവും 60 മുഴം വീതിയുമുള്ള മണൽ വിരിച്ച പള്ളി, ഈത്തപ്പന തകിട് കൊണ്ടുള്ള പള്ളി. നമ്മൾ അറിയണം, ഈ പറയപ്പെട്ട ഈ മണൽ വിരിച്ച പള്ളിയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതുയുഗ പുറവിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് വീണ്ടും ഇസ്ലാമിക അടിത്തറയിൽ നിന്നുള്ള ഒരു പുതു നാഗരികതയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകാശം മുട്ടയുള്ള പള്ളി, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് വിരിച്ച് അങ്ങ് സുജൂദ് ചെയ്യുമ്പോൾ തൻ്റെ മുഖം പ്രതിബിംബിക്കുന്ന അത്യുജ്വലമായ സംവിധാനത്തോടു കൂടിയുള്ള പള്ളി എന്നതല്ല അർത്ഥമാക്കുന്നത്. മസ്ജിദിന്റെ ധർമ്മം നിർവഹിക്കുമ്പോഴാണ് ഒരു ഉമ്മത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം നടത്താൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്ന് പറയുന്നത്. പ്രവാചകൻ ആ മസ്ജിദിൽ നിന്നുകൊണ്ടാണ് ഒരു നല്ല സമൂഹത്തെ സ്വപ്നം കണ്ടത്. പ്രവാചകൻ ആ മസ്ജിദിൽ നിന്നുകൊണ്ടാണ് ഒരു സാമൂഹ്യ ക്രമത്തിന്റെ അസ്ഥിവാരം പണിയുന്നത്. പ്രവാചകൻ ആ മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് ഇസ്ലാമിക്കിന്റെ സന്ദേശത്തെ ലോകത്തിന്റെ വ്യത്യസ്തമായ ദിക്കുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു കൊടുക്കുന്നത്. മാത്രമല്ല, ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് സാമൂഹ്യ ജനവിഭാഗം അല്ലെങ്കിൽ ഇസ്ലാമിൽ രണ്ട് സ്വഭാവ വിശേഷണങ്ങളെ രണ്ട് നാമകരണം കൊണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തിയ സന്ദർഭം കൂടിയാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഒന്ന് മുഹാജിറുകൾ, മറ്റൊന്ന് അൻസാറുകൾ. മുഹാജിറുകൾ എന്ന് പറയുന്നത് എല്ലാം ത്യജിച്ചവരാണ്, അവരെല്ലാം ത്യജിച്ചവരാണ്. അൻസാറുകൾ എന്ന് പറയുന്നത് എല്ലാം സമർപ്പിച്ചവരാണ്. അഥവാ മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വിഭാഗമാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടണം എന്ന് പറയുമ്പോൾ പുറപ്പെടുന്നവന്റെ പേരാണ് വിശ്വാസി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ സമർപ്പിക്കുന്നവന്റെ പേരാണ് വിശ്വാസി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യണം എന്ന് പറയുമ്പോൾ ധനം വ്യയം ചെയ്യുന്നവന്റെ പേരാണ് വിശ്വാസി എന്ന് പറയുന്നത്. റോമക്കാരനായ ശുഐബ് ഇറങ്ങി പുറപ്പെടുന്ന ഘട്ടത്തിൽ റോമക്കാരനായ ശുഐബിനോട് ഖുറൈശികളായ ആളുകൾ വട്ടം കൂടിയിട്ട് പറയുന്നുണ്ട്. പ്രവാചകന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന ഘട്ടത്തിലാണ് പറയുന്നത്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യാ സുഹൈബ്, അല്ല സുഹൈബെ, അത്തൈത്തന സുഅലൂഖ, നീ വളരെ ദുർബലനായിട്ടല്ലോ മക്കയിലേക്ക് വന്നത്. റോമക്കാരനായ ശുഐബിനോട് മക്കയിലെ ഖുറൈശികൾ പറയുകയാണ്, ഹഖീറ, ആ അർത്ഥത്തിലാണല്ലോ നീ വന്നത്. ഫക്കസുറ മാലുക ഇന്ധന, ഇവിടുന്ന് ഉണ്ടാക്കിയതല്ലേ, നീ കെട്ടുംപാണ്ഡവുമായി ഒട്ടകപ്പുറത്ത് വലിയ ചരക്കായിട്ട് നീ പ്രവാചകന്റെ ആഹ്വാനം കേട്ടിട്ട് മക്ക വിട്ടിട്ട് നീ യസ്രിബിലേക്ക് പോവുകയാണ്. നിന്റെ ഒട്ടകപ്പുറത്തുള്ള ഈ പറയുന്ന വലിയ കച്ചവട ചരക്കല്ല നീ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതല്ലേ. സുമ്മ തുരീദു അൻ തഖ്റുജ ബിമാലിക വനഫ്സിക വല്ലാഹി ലാ യകൂനു ദാലിക, അതൊക്കെയായിട്ട് പ്രവാചകന്റെ കൂടെ പോകാം, യസ്രിബിലേക്ക് എത്താം എന്നാണോ നീ വിചാരിക്കുന്നത്? അത് നടപ്പില്ല സുഹൈബ് എന്ന് പറയുമ്പോൾ മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹു ചെറുപുഞ്ചിരിയോടുകൂടി തൻ്റെ ഒട്ടകപ്പുറത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രവാചകന്റെ നിർദ്ദേശം കേട്ട് ഞാൻ മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് യാത്ര തിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഞാൻ മക്കയിൽ നിന്ന് ശേഖരിച്ച എൻ്റെ വലിയ സാമ്പത്തിക ചരക്കാണോ നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം എന്ന് പറയുന്നത്? അതെ, അത് തന്നെയാണ് തടസ്സം. എങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ, ഞാൻ എൻ്റെ റസൂലിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ ആ കച്ചവട ചരക്ക് അവിടെ ഇട്ടേച്ച് മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന സഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോ, ആ വരുന്ന ഒരാളെ നിങ്ങൾ കണ്ടോ? ലോകത്തെ ഏറ്റവും ലാഭകരമായ കച്ചവടം ചെയ്ത കച്ചവടക്കാരനാണ് ആ വരുന്നത് എന്ന് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഐബ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ വെടിയലാണ്. ഞാൻ പറയുന്നത് ചരിത്രത്തിൽ 14 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഹിജ്റ ഇന്ന് നടക്കണോ എന്നുള്ളതല്ല. ദേശാതിർത്തികൾക്കപ്പുറം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മൾ നടത്തേണ്ടുന്ന ഒരുപാട് ഹിജ്റയുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. താല്പര്യങ്ങളിൽ നിന്ന്, അടിയുറച്ചുപോയ താല്പര്യങ്ങളിൽ നിന്ന്, സാമ്പത്തിക സൗകര്യങ്ങളിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന്, അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള പലായനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ബാപ്പ എവിടെയാണ്, മകൻ ഇവിടെയാണ്. ഭാര്യ ഭർത്താവിനോട് അഥവാ ഭർത്താവ് ഭാര്യയോട് വിട പറഞ്ഞ് പ്രവാചകന്റെ വിളിക്ക് ഉത്തരം
വഴിക്കുത്തരം നൽകുകയാണ്. അങ്ങനെ ഒരു ജനത നാട് വിട്ടതിൻ്റെ, എല്ലാം വെടിഞ്ഞതിൻ്റെ ചരിത്രമാണ് ഹിജറ നമ്മോട് പറയുന്നത്. ഒരു ജനത എല്ലാം കൊടുത്ത് സ്വീകരിച്ചതിൻ്റെ ചരിത്രമാണ്. അവർക്കാണ് അൻസാറുകൾ എന്ന് പറയുക. എല്ലാം കൊടുത്ത് സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാവരെയും വിളിച്ചു ചേർത്തു അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്നിട്ട് അവരോട് പറഞ്ഞു, മക്ക വിട്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയതാണ്. ഖുർആൻ പറയുന്നുണ്ട്, ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. സത്യസന്ധരായ ഈ ജനത, അവർ വീട് വെടിഞ്ഞവരാണ് അള്ളാഹുവിന്റെ ഫദ്ൽ ഉദ്ദേശിച്ചുകൊണ്ട്. നാട് വെടിഞ്ഞവരാണ് അവർ, അവരെ സ്വീകരിക്കണം. അങ്ങനെ അവരോട് പറയുമ്പോൾ അൻസാറുകൾ ചെയ്തത്, വീടിന്റെ പാതി അവർക്ക് കിടക്കട്ടെ, അതുപോലെ തന്നെ എൻ്റെ കൃഷിയിടത്തിന്റെ പാതി അവർക്ക് കിടക്കട്ടെ. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതെല്ലാം തൻ്റെ കൂടെയുള്ളവർക്ക് പങ്കുവെച്ചവന്റെ പേരാണ് അൻസാർ എന്ന് പറയുന്നത്. എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇട്ടേച്ചു പോന്നവന്റെ പേരാണ് മുഹാജിറ. എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ സന്നദ്ധനായവന്റെ പേരാണ് അൻസാറ. നമ്മുടെ കൂട്ടത്തിൽ മുഹാജിറുകൾ ഉണ്ടാകുമ്പോഴാണ്, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അൻസാറുകളായി മാറുമ്പോഴാണ് മുഹാജിറിന്റെയും അൻസാറിന്റെയും മനോഭാവത്തെ വിശ്വാസത്തിന്റെ ഭാഗമായി സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിക്കാനുള്ള ഈമാനികമായ ശേഷി നമ്മൾ നേടുമ്പോഴാണ് നമുക്ക് ഹിജറയെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള അർഹത വന്നു ചേരുക എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഖാരിജ് ബിൻ സിയാദിനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഉസ്മാൻ ബിൻ മാലിക്കിനെയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, തൻ്റെ സമ്പത്തിന്റെ ഒരു പാതി, ഒരു ഭാഗം അങ്ങേക്ക് തരാൻ സന്നദ്ധമാണ്. ആ ഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എവിടെയാണ് സൂക്ക് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാൽ മതി, എനിക്ക് കച്ചവടം ചെയ്യാൻ അറിയാം, ഞാൻ കച്ചവടം ചെയ്തു കൊള്ളാമെന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ അർത്ഥത്തിൽ എല്ലാം കൊടുക്കാനും എല്ലാം ത്യജിക്കാനുമുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ ഹിജറ നമുക്ക് പകർന്നു നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധി ഒന്നിൻ്റെയും അവസാനമല്ല എന്നുള്ള സന്ദേശം അച്ചടക്കമുള്ള ജനതക്ക്, പ്ലാനുള്ള ജനതക്ക്, സ്ട്രാറ്റജിയുള്ള ജനതക്ക് അതിജീവനം സാധ്യമാണ് എന്ന സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സഹജമായി നമുക്ക് നിർവഹിക്കാനുള്ളതെല്ലാം അവന്റെ ആദർശ മാർഗത്തിൽ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം പല വഴിയെ നമ്മെ എത്തുമെന്ന സന്ദേശം, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന സന്ദേശം, എന്നും ഇരുളടഞ്ഞതല്ല ലോകമെന്നും ഒരു പ്രഭാതം ഒരിക്കലെങ്കിലും വരുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന വിശ്വാസം. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ സാഹോദര്യത്തിന്റെ സന്ദേശം, അതാണ് മുഹാജിറും അൻസാറും ലോകത്തിന് മുമ്പാകെ പങ്കുവെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാം ത്യജിക്കാൻ സന്നദ്ധതയുള്ളവർക്ക്, എന്തെങ്കിലുമൊക്കെ ത്യാഗം സമർപ്പിക്കാൻ സന്നദ്ധതയുള്ളവർക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നത് ഹിജറ നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു വർഷം കടന്നു പോകുന്നു എന്നുള്ളതല്ല, ആ വർഷം എന്ന് പറയുന്നത് ഹിജറ വർഷമാണ്. ആ ഹിജറ എന്ന് പറയുന്നത് ചരിത്രത്തിലൊരു സുപ്രധാനമായ സംഭവമാണ്. ആ ഹിജറ വേറുന്ന സന്ദേശം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാനുള്ളതാണ്. ആ ഹിജറ പകരുന്ന സന്ദേശത്തിൽ ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ആത്മപരിശോധന കൂടി നടത്തുമ്പോഴാണ് നമുക്ക് ഈ പുതുവർഷം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി മാറുക. ആ അർത്ഥത്തിൽ സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം കൊടുക്കാൻ സന്നദ്ധമാകുന്ന ത്യാഗത്തിൻ്റെ മനസ്സാർജിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.